ആ കുറിപ്പിൽ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ 3 പ്രാവശ്യം ഇത് സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എങ്ങനെയാണ് സംഭവിച്ചത്, അത് എന്താണ് കാര്യം എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. പെട്ടെന്ന് ഇതിനെ അത്ഭുതം എന്നൊന്നും വിളിച്ചേക്കരുത് എന്ന് ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാം, സഭയ്ക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾക്ക് സഭയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പ്രത്യേകിച്ച് 2024 മെയ് 19, അതായത് പെന്തക്കോസ്താ ദിനം, പുതിയ ഒരു സെറ്റ് ഓഫ് റൂൾസ് അതിനുവേണ്ടി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിനെ അത്ഭുതം എന്ന രീതിയിൽ നമ്മൾ വിളിക്കരുത്, അത് ആ രീതിയിൽ അഡ്രസ് ചെയ്യരുത്, ആ രീതിയിൽ പ്രചരിപ്പിക്കരുത് എന്ന് ഞാൻ അന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ആദ്യത്തെ പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനുശേഷം അച്ഛൻ നേരിട്ടത് ഒരു സൈബർ ആക്രമണം തന്നെയല്ലേ? അതുകൊണ്ടാണ് അച്ഛന് വീണ്ടും ഒരു മറു പോസ്റ്റുമായിട്ട് വീണ്ടും അച്ഛന് വരേണ്ടി വന്നു. അത് ശരിയാണ്. അത് ഞാന് ഒട്ടും വിചാരിക്കാത്ത രീതിയിലാണ് ആ ഒരു പോസ്റ്റ് പോയത്. അത് പോയത് മുഴുവൻ, അത് ഓർക്കണം, ഞാനിപ്പോ നോക്കിയിട്ടില്ല, ആ സമയത്ത് അതിന് വളരെ വലിയ റീച്ച് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് അത് വായനക്കാര് ആ പോസ്റ്റിന് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞാൻ എത്രയോ പോസ്റ്റുകൾ എഴുതാറുണ്ട്, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. പിന്നീട് അതിലെ കമന്റുകളാണെങ്കിൽ 100 കണക്കിന് കമന്റുകൾ. അത് വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഒരു യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒരു തലത്തിലേക്കാണ് അതങ്ങോട്ട് പ്രചരിച്ചത്, കൂടുതൽ പരന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഈ ഒരു യാഥാർത്ഥ്യത്തെ, സംഭവത്തെ ഭയന്നത് അവരാണ് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ രസകരമായ കുറെ തിയറികള് ഇറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് ഗൂഢാലോചന തിയറികൾ. അപ്പൊ ആ ഗൂഢാലോചന അതില് ഒന്ന് വന്നത് എനിക്കെതിരെയാണ്. അതായത് ഞാൻ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതിങ്ങനെ ഞാൻ തന്നെയാണല്ലോ പ്രചരിപ്പിച്ചത്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഞാനാണുള്ളത് എന്ന രീതിയിലായിരുന്നു ഒരു ആളുടെ പറച്ചില്. വേറെ ഒരു കൂട്ടര് അത് പിന്നെ ഭയങ്കരമായിട്ട് വൈറലായി. അതായത് പൂപ്പലാണ് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തല്. പൂപ്പൽ ആണ്. അപ്പൊ പൂപ്പലുള്ള ഓസ്തി ജലാംശവുമായി ചേർന്നാൽ ചുമന്ന കളർ വരും. ഇതായിരുന്നു അത്തരത്തിലുള്ള ആ വാദഗതിക്കാരുടെ വാദം. മൂന്നാമത് ഞാൻ കണ്ടത്, ഒരാള് ചപ്പാത്തി തിന്നുന്നു. ചപ്പാത്തി തിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്, കുറെ ചപ്പാത്തി കുറച്ച് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം നാവ് കാണിക്കുന്നു, കടും ചുമപ്പായിട്ട് കാണുന്നു. അപ്പൊ അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത് കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെ, കെമിക്കൽസ് ഇട്ട്, അപ്പൊ കോൺസ്പിറസി തിയറീസ് ആണ് ഇതെല്ലാം. കോൺസ്പിറസി തിയറീസ് ആണ്. ഒന്നുകിൽ ഇത് എഴുതിയ ആൾ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾ, അതായത് അത് പഴകിയ ഓസ്തിയാണ്, പഴകിയ ഓസ്തി, പൂപ്പൽ പിടിച്ച ഓസ്തി ആണ്. അതാണ് രണ്ടാമത്തെ കോൺസ്പിറസി തിയറി. മൂന്നാമത്തെ കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് അത് കെമിക്കൽ ചേർത്തു എന്നതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ പലരും ആ വികാരി അച്ഛനെ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്നതും കണ്ടു. വികാരി അച്ഛനാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാണിച്ചത് എന്ന രീതിയിലാണ് പോയത്. ഡിജോ, ഇത് പള്ളിയിലും പോകാത്തവർക്ക് പറയാൻ കൊള്ളാവുന്ന കോൺസ്പിറസി തിയറീസാണ്. സത്യത്തിൽ ഇത്തരം തിയറികള് ഉണ്ടാക്കുന്നതിന് മുൻപ് അവരൊന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി അവിടുത്തെ കുർബാന എങ്ങനെയാണെന്നും അവിടുത്തെ ഈ ഓസ്തി അത് എവിടുന്നാണ് വരുന്നതെന്നും അത് എങ്ങനെയാണ് വാങ്ങുന്നതെന്നും കൊണ്ടുവരുന്നതെന്നും അത് ആരാണ് ഈ പാത്രങ്ങളിൽ ഇടുന്നതെന്നും
ആ പാത്രത്തിൽ എങ്ങനെയാണ് അത് സൂക്ഷിക്കുന്നതെന്നും കുർബാനയ്ക്കായിട്ട് അത് എങ്ങനെ വെക്കുന്നുവെന്നും കുർബാനയിലെ കോൺസെൻട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു സാമാന്യ ധാരണയെങ്കിലും ഒരിക്കലെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ കോൺസ്പിറസി തിയറി മൂന്നും അമ്പേ പൊളിഞ്ഞ് വീഴും, ചീട്ടുകൊട്ടാരം പോലെ തകരും എന്നുള്ളതിൽ ഒരു സംശയവും ഒരാൾക്കുമില്ല.